ഞാനിന്നൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിതിന് മുമ്പ് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു വലിയ ക്യാരറ്റ് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത്, കുറച്ച് കപ്പലണ്ടി, ഇത് ഒരു 2 കാന്താരി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഞാൻ സവാളയല്ല ചെറുള്ളിയാണ് ഞാൻ ഉപ്പുമാവിന് ചേർക്കുന്നത്. അപ്പോൾ ഒരു 4 ചെറുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി. ഞാൻ ഉഴുന്ന് പരിപ്പ് കഴുകിയതാണ്, അതുകൊണ്ടാണ് സൗണ്ട് വരുന്നത്. ഉഴുന്ന് പരിപ്പ് ലൈറ്റായിട്ടൊന്നും ആയിട്ടുണ്ട്. ലൈറ്റ് കളറ് ഗോൾഡൻ കളറായി. നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ച എല്ലാ ഐറ്റങ്ങളും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട്, ഇത് ഒത്തിരി അങ്ങോട്ട് വഴന്നു പോകരുത്, ഒരു പകുതി ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ ഈ ക്യാരറ്റൊക്കെ ഒത്തിരി അങ്ങോട്ട് വാടി വെട്ടായി പോയിട്ടില്ല, അതിൻ്റെ ടേസ്റ്റും ഗുണവും എല്ലാം പോകും. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി മാത്രം കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോരി മാറ്റാം. ഇതിനാവശ്യമുള്ള ലേശം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇത് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിപ്പോൾ ഒരാൾക്കുള്ള ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 ഗ്ലാസ് റവയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം. ഇതാണ് റവ. ഈ ഗ്ലാസ്സിന് ഞാൻ 1/2 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ഗ്ലാസ് റവയ്ക്ക് 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് റവ ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉപ്പുമാവ് എന്തായാലും നോക്കാം. ഉപ്പുമാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി. ഇനി നമുക്ക് വഴറ്റി മാറ്റി വെച്ച വെജിറ്റബിൾസ്, ക്യാരറ്റ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ തേങ്ങ ചിരവിയതുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഒരു തവി വെച്ച് നമുക്കിതിൻ്റെ കട്ടകളൊന്ന് ഉടച്ചു കൊടുക്കാം. കട്ടായിട്ട് കിടന്നാൽ കൊള്ളില്ല. അപ്പോൾ ഇതിൻ്റെ കട്ട ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ട് വരും. ഇങ്ങനെ കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതൊക്കെ ശരിക്കും ക്യാരറ്റ് ഉപ്പുമാവ് എന്നാണ് പറയുന്നത്. വേറെ വെജിറ്റബിൾസ് ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഓക്കെ, താങ്ക് യു.